യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുകയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും ദൈവമേ, അങ്ങയുടെ ദൈവം അധികാലത്തെ ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അളവില്ലാത്ത ദാനങ്ങളാൽ ഞങ്ങളെ വഴി നടത്തി കൃപയോടെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ കർത്തൃ ദിവസത്തിൽ അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടി അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി, അവസരത്തിനായി നദിയോടെ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ വിശ്രമിക്കുവാൻ കിടന്ന ഞങ്ങൾക്ക് നല്ല നിദ്ര നൽകി ആയുസ്സിൽ ഒരു ദിവസം കൂടെ കൂട്ടിച്ചേർത്ത് ആരോഗ്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ അവിടെ നൽകിയിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായി നദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പം ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങളെ തന്നെ അപ്പന്റെ സന്നിധിയിലേക്ക് വിനയപ്പെടുത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ അവിടെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് കർത്താവേ, മനഭാരത്തോടെ തകർന്ന ഹൃദയത്തോടെ ആരെങ്കിലും ആലയത്തിൽ അങ്ങേ ആരാധിക്കുവാനായിരിക്കുന്നുവെങ്കിൽ കർത്താവേ, ഇന്നത്തെ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവിക സമാധാനത്തെ, ദൈവിക ധൈര്യത്തെ അവിടെ നിറച്ച് പറഞ്ഞയക്കണമേ. യേശുവിൻ നാമത്തിൽ കൃപയോടെ യാചന ക്ഷമിക്കൊള്ളണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി എല്ലാവർക്കും ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 16-ാമത്തെ ഗാനം ചേർന്ന് അവരോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുന്ന എന്നിടയിൽ യഹോവ പിതാവാം എന്നാരംഭിക്കുന്ന 16-ാം ഗീതം.
മധ്യത്തിൽ വസിക്കുമ്പോഴും നമുക്ക് സമീപസ്ഥനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തുതിഗാനികൾ 1-ാം ഭാഗം, ആരാധനക്രമം 3-ാം ഭാഗം. സ്തുതിഗാനികൾ 1-ാം ഭാഗം, ആരാധനക്രമം 3-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി, അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ കുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആ കേൾക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിൽ ജ്ഞാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്റുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം അണങ്ങിച്ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കാലുകളിൽ നിന്ന് ദൈവത്തോട് ക്ഷമയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ പിഴകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അപ്പാ അടിയാനോട് കൊടുക്കണമേ, അടിയാനെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപം അതെത്ര കടം ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അണങ്ങിച്ചേരാം. ആ കർത്താവിനോട് ചെയ്തു പോയ പിഴകളെ ഏറ്റുപറയാം. രൂപാന്തരത്തിനായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായി ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടുത്താം. നമ്മെ തന്നെ വിനയപ്പെടുത്തുന്ന പ്രാർത്ഥനയായി ആരാധനക്രമം 10-ാം ചേർത്തിരിക്കുന്ന അനുതാപ പ്രാർത്ഥന എല്ലാവർക്കുമായി ഉപയോഗിക്കാം. ആരാധനക്രമം 10-ാം ചേർത്തിരിക്കുന്ന അനുതാപ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾ ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോടുള്ളതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു.
സർവശക്തനും കരുണയുള്ള കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുവാനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം കരേറ്റാം. ആരാധനക്രമം 15-ാം പദത്തിൽ ചേർത്തിരിക്കുന്ന സ്തോത്രഗീതാനം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാനെങ്കിൽ പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് പ്രതിവാക്യമായി പ്രാർത്ഥനയോടെ ചോദിക്കുക. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന്. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവുമുള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ണങ്ങളിൽ ഏറ്റവും അടുത്തുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ചേർന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചനം എന്ന വിശിഷ്ടദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തിന്റെ ദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്ന് വിശ്വസിപ്പാൻ കൃപയണമേ. തികഞ്ഞ പരമാത്മയോടെ അവിടത്തെ പിന്തുടരുവാനും പ്രശാന്തവും സമൃദ്ധവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മിശിഹ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, നീ നേരത്തിൽ 81-ാം ഗീതം നമുക്ക് എഴുന്നേറ്റ് വേറോട് ചേർന്ന് ആരംഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഗീതം 81.
ഇന്നത്തേക്കായി വിശേഷിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെ എഴുതപ്പെട്ട തിരുവചനം ശ്രദ്ധ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴെല്ലാം തണ്ടിൽ മേലത്തെ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള വീലൊട്ടും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വായിച്ചു കേട്ട വേദഭാഗത്താൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം ദാനമായി നൽകിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മാറ്റമില്ലാത്ത അവിടുത്തെ വചനത്തെ ധ്യാനിക്കുവാൻ, അവിടുത്തെ ക്രൂശിന്റെ അരികിലേക്ക് അടുത്തു വരുന്ന ഞങ്ങളെ അവിടെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അടിയിലെ വായിലെ വാക്കുകളും ഈ ജനത്തിന്റെ ഹൃദയത്തിലെ ജ്ഞാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടെ കാണുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ആയുസ്സിനെ ദീർഘമായി നൽകിയിരിക്കുന്നു. ആ ദൈവത്തിന് എല്ലാവിധമായ നന്ദിയും സ്തുതിയും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ഈ ഇടവകയിൽ വചന ശുശ്രൂഷയുമായി ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനായി ഇന്ന് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ദൈവത്തിന് എല്ലാവിധമായ നന്ദിയും. പ്രത്യേകിച്ചതിനായി ഒരു അവസരം നൽകിയ ഇടവക കമ്മിറ്റി അച്ഛനോട്, എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ സ്നേഹത്തെ ഞാൻ അറിയിക്കട്ടെ. മെയ് മാസം ഈ ഇടവകയുടെ ശുശ്രൂഷയിൽ ഓൺലൈനായി 2 ആഴ്ചകൾ ആരാധന നടത്തുവാൻ കഴിയുമെന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഓൺലൈൻ ആരാധനയിൽ ആരുടെയും മുഖം കണ്ട് ആരാധനയിൽ പങ്കുചേരുവാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ, കൂട്ടായ്മ കുറിക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നു. ഒരു സ്കൂളിൽ ഒരു ബാലൻ മനോഹരമായ ഒരു വാച്ചുമായി തന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഓടി നടന്നു. ആ ബാലന്റെ കയ്യിൽ കിടക്കുന്ന മനോഹരമായ വാച്ച് കിട്ടുവാൻ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ മോഹിച്ചു, ആഗ്രഹിച്ചു. തന്റെ സമീപത്തിരിക്കുന്ന ബാലൻ ഈ കുട്ടിയോട് ചോദിച്ചു, ആ മനോഹരമായ വാച്ച് കിട്ടുവാൻ എനിക്ക് നൽകാമോ? വാച്ചുമായി വന്ന ബാലൻ പറഞ്ഞു, പറ്റത്തില്ല, ഇതെന്റെ വീട്ടിൽ നിന്ന് എനിക്ക് സമ്മാനമായി നൽകിയ വാച്ചാണ്, ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അടുത്തിരുന്ന ബാലന് ആഗ്രഹം കൂടി, പല പ്രാവശ്യം ചോദിച്ചു, ലഭിച്ചില്ല, വിഷമത്തിലായി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ ബാലന്റെ വാച്ച് ആ ബാലൻ തന്റെ ബാഗിനുള്ളിൽ വെച്ചപ്പോ ഈ അടുത്തുണ്ടായിരുന്ന ബാലൻ വാച്ചിനെ മോഷ്ടിക്കുവാൻ ഇടയായി. കുറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഉടമസ്ഥൻ മനസ്സിലാക്കിയതിന്റെ വാച്ച് ബാഗിലില്ല. ഉടൻ തന്നെ അധ്യാപകനെ വിവരം അറിയിച്ചു. അധ്യാപകൻ പറഞ്ഞു, കുട്ടികളെല്ലാം വരിക, മുൻപിൽ നിരന്ന് നിൽക്കുക, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ബാഗും നിങ്ങളുടെ ശരീരവും ഞാനൊന്ന് പരിശോധിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാം നിരന്നു നിന്നു. അധ്യാപകൻ മുന്നിലേക്ക് വന്നു. ബാഗെല്ലാം പരിശോധിച്ച ശേഷം ഇവരുടെ ശരീരം ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. ഏകദേശം നടുവിലാണ് വാച്ച് മോഷ്ടിച്ച ബാലൻ നിൽക്കുന്നത്. ആ ബാലന്റെ ഹൃദയത്തിൽ നമുക്കറിയാം ആ ഒരു സമയത്ത് എത്രത്തോളം ഹൃദയമിടിപ്പുണ്ടാകുന്നു.
ആ ബാലൻ അവിടെ നിന്ന് വേദനിക്കുവാൻ തുടങ്ങി. ഭയന്ന് വളരെ ഭാരത്തിലായി പോയി ആ ബാലൻ. ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ, ഒരബദ്ധം പറ്റിപ്പോയി, ഒന്ന് രക്ഷിക്കണമേ. അരികിൽ നിന്ന് അധ്യാപകൻ വാച്ച് തിരഞ്ഞു പകുതി എത്തിയപ്പോൾ ഈ ബാലന്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് കിട്ടി. എന്നാൽ ഈ അധ്യാപകൻ തിരച്ചു നിർത്തിയില്ല. അറ്റം വരെയും തിരയുവാൻ തുടങ്ങി. ഏറ്റവും അവസാനം എല്ലാവരോടും പറഞ്ഞു, കണ്ണു തുറക്കുക, വാച്ച് കിട്ടിയിരിക്കുന്നു. വാച്ച് ഉടയവന് കൊടുത്തു. ആരുടെ കയ്യിൽ നിന്ന് ലഭിച്ചുവെന്ന് ആരോടും പറഞ്ഞില്ല, ആരെയും വിളിച്ചില്ല, ആരെയും ശിക്ഷിച്ചില്ല. തുടർന്ന് ക്ലാസ്സിലേക്ക് പോയി. ഇത് ഈ മോഷ്ടിച്ച ബാലന്റെ ഹൃദയത്തിൽ വലിയൊരു വേദനയാണ്, വലിയൊരു ഭാരമായി. എന്നെ ആൾക്കാരുടെ മുമ്പിൽ വിളിച്ചു വരുത്തി അപമാനിക്കാത്ത ഈ അധ്യാപകനെ പോലെ ഒരു അധ്യാപകനാകണമെന്ന് ഈ ബാലൻ തീരുമാനിച്ചു. പഠിച്ചു, നല്ല കുട്ടിയായി വളർന്നു, ഒരു അധ്യാപകനായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലായ തന്റെ അധ്യാപകനെ ചെന്ന് കാണുവാൻ ഈ ബാലൻ തീരുമാനിച്ചു. അധ്യാപകനെ കാണുവാൻ വീട്ടിൽ ചെന്നു. അധ്യാപകനെ കണ്ടു, പരിചയപ്പെടുത്തി. സാറേ, ഞാനാണ്. കുഞ്ഞുനാളിൽ ഞാനൊരിക്കൽ വാച്ച് മോഷ്ടിച്ചപ്പോ സാർ എന്നെ ആരുടെയും മുമ്പിൽ അപമാനിക്കാതെ വിട്ട ആ ബാലനാണ് ഞാൻ. അപ്പോൾ ആ അധ്യാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതുവരെയും എനിക്ക് അറിയത്തില്ലായിരുന്നു നീയാണ് ആ വാച്ച് മോഷ്ടിച്ച വ്യക്തിയെന്ന്. കാരണം അന്ന് പോക്കറ്റുകൾ തിരയുമ്പോ നിങ്ങളോടൊപ്പം ഞാനും എന്റെ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. വലിയൊരു പാഠം ഈ ഒരു സംഭവമാണോ കഥയാണോ എനിക്ക് അറിയത്തില്ല. ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ വലിയൊരു പാഠം ഇതിനുള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നവംബർ 14, നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ? ചിൽഡ്രൻസ് ഡേ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം വിഷ് ചെയ്തു. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നമ്മൾ ഈ രീതിയിൽ ആഘോഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ വെളിച്ചം പകർന്നു നൽകുന്ന അധ്യാപകരും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സ്നേഹമാകുന്ന ഈ വെളിച്ചം പകർന്നു നൽകുന്ന രക്ഷകർത്താക്കളും സമൂഹവും ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നല്ല വെളിച്ചം കുഞ്ഞു ഹൃദയത്തിൽ പകർന്നു നൽകിയാൽ, സ്നേഹം എന്ന വെളിച്ചം അവരുടെ ഹൃദയത്തിൽ പകർന്നു നൽകിയാൽ അവരുടെ ജീവിതം പ്രകാശമുള്ളതായി തീരും എന്ന് തിരിച്ചറിയുക. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ദക്ഷിണേന്ത്യ സഭ ഇന്നത്തെ ദിവസത്തെ യൂണിറ്റി സൺഡേയായി, ഐക്യ ഞായറായിട്ടാണ് ആചരിക്കുന്നത്. അതിനുവേണ്ടി ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നൽകിയിരിക്കുന്ന വിഷയം. തണ്ടിന്മേലുള്ള ദീപം, ലൈറ്റ് ഓൺ ദ ലാംപ് സ്റ്റാൻഡ്. തണ്ടിന്മേലുള്ള ദീപം. കഴിഞ്ഞ ആഴ്ചയിൽ നാം എല്ലാവരും ദീപാവലി ആഘോഷങ്ങൾ കണ്ടവരാണ്. കേരളത്തിൽ പുറത്ത് സഞ്ചരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ദീപാവലി വെളിച്ചങ്ങളുടെ ആ ഒരു ഉത്സവം എത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ആഘോഷിക്കുന്നു, ആചരിക്കുന്നു എന്നുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ പോയപ്പോഴാണ്, കണ്ടപ്പോഴാണ്, അനുഭവിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്കാളും എത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ മറ്റൊരു ദീപത്തിന്റെ ഒരാഹ്വാനം ഈ കോവിഡിന്റെ നാളുകളിൽ നമുക്കുണ്ടായി. എനിക്ക് തോന്നുന്നു കോവിഡൊക്കെ തുടങ്ങി ഒരു ഞായറാഴ്ചയിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുവാൻ വേണ്ടി നാം ഒന്ന് ദീപം തെളിക്കുക. നമ്മളെല്ലാവരും ടോർച്ചടിച്ചവരാണ്. നമ്മളൊന്ന് ടോർച്ചടിച്ചു, മൊബൈലിന്റെ വെളിച്ചമെല്ലാം ഇങ്ങനെ വീടിന്റെ പുറത്തു നിന്ന് കാണിച്ചവരാണ്. അപ്പൊ വെളിച്ചവുമായി ബന്ധപ്പെട്ട് ധാരാളം അനുഭവങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പോഴാണ് വെളിച്ചത്തെ കുറിച്ച് അച്യുതൻ നമ്പൂതിരി പറഞ്ഞ വാക്കുകളെ ഓർക്കാതെ പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്നത്. അദ്ദേഹം വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം.
വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഏത് പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് പറയുമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ മോഹിച്ച് പാപത്തെ ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് വെളിച്ചം ദുഃഖമാണ്, ഇരുളല്ലോ സുഖപ്രദമായ അനുഭവം നൽകുന്നതെന്ന്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് തുടർന്നുള്ള ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിന്റെ വാചകം: It is during our darkest moment that we must focus to see the light. It is during our darkest moment that we must focus to see the light. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുൾ നിറഞ്ഞ നിമിഷത്തിലാണ് കൂടുതൽ വെളിച്ചവുമായി ലക്ഷ്യം വയ്ക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇരുൾ നിറഞ്ഞ നിമിഷത്തിലാണ് കൂടുതൽ വെളിച്ചവുമായി നാം ലക്ഷ്യം വയ്ക്കേണ്ടത്. വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം, ഇവയ്ക്ക് ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ചിന്തകളാണ് ദൈവശാസ്ത്രത്തിൽ പല മതങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുക. വെളിച്ചമെന്നാൽ ദൈവം, ഇരുളെന്നാൽ തിന്മയും എന്ന രീതിയിലുള്ള വെളുപ്പിക്കൽ ഒട്ടുമിക്ക മതങ്ങളിലും വിശ്വാസ സംഹിതകളിലും നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ വിശ്വാസ സംഹിതകളും പ്രകാശത്തിന് നൽകുന്ന മാനം ഇതേ മാനമാണ്. ലൈറ്റ് ഈസ് ഗാഡ്, ഡാർക്ക്നെസ് ഈസ് ഈവിൾ. ഈ ഒരു അർത്ഥത്തിൽ മുൻപോട്ട് ചിന്തിച്ചാൽ ഭാരത പശ്ചാത്തലത്തിലെ ആഘോഷങ്ങൾ പലതും പ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് പ്രകാശവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയുക. തിരുപ്പിറവിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്, ഒരു ക്രിസ്തുമസിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വെളിച്ചങ്ങൾ, സ്റ്റാറുകൾ ഇട്ടുകൊണ്ട്, ദീപങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ മനോഹരമായ ലൈറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നാം പ്രകാശവൽക്കരിച്ചുകൊണ്ട് ഒരു തിരുപ്പിറവിയിലേക്ക് നാം പ്രവേശിക്കുവാൻ, ഒരു ആഘോഷത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തിരുപ്പിറവിയുടെ നാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ആ ഒരു വെളിച്ചം നൽകിയ നക്ഷത്രത്തിന്റെ ആ ഒരു ചിന്തയെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സഭ ലോകത്തിന്റെ വെളിച്ചമാണ്. സഭ ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ട് ദൈവവചനത്തിൽ സഭയെ നിലവിളക്കായി ചിത്രീകരിക്കുന്നത് വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നുവെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെ വെളിച്ചവുമായി ബന്ധപ്പെടുത്തി അനേകം വചനങ്ങൾ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ കഴിയും. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം, തിമോഥെയോസ് 1-ാം ലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം, സങ്കീർത്തനം 106 അതിന്റെ 2-ാമത്തെ വാക്യം തുടങ്ങി ഓരോ വാക്യങ്ങളും നാം പരിശോധിച്ചാൽ വെളിച്ചത്തിന് പ്രാധാന്യം നൽകുന്ന, ദൈവത്തെ വെളിച്ചവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചിന്തകൾ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ യേശുക്രിസ്തു I am the light of the world എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ വെളിച്ചമായി കടന്നു വന്ന യേശുക്രിസ്തുവും നമുക്ക് നൽകുന്നത് വളരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. സദൃശവാക്യം 8 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ വെളിച്ചം എന്നത് നിർമ്മലതയുടെ, വിശുദ്ധിയുടെ പ്രതീകമാണ്. പ്യൂരിറ്റിയുടെ, സാങ്ക്ടിറ്റിയുടെ ഒരു പ്രതീകമാണ്, സിംബലാണ് വെളിച്ചം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ I am the light of the world എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു പ്യൂരിറ്റിയുടെയും സാങ്ക്ടിറ്റിയുടെയും ഒരു സിംബലാണ്. ഇന്നത്തെ ഈ വേദഭാഗ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. ഗലീലയാണ് സ്ഥലം. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് വ്യത്യസ്തമായ മെത്തഡോളജീസ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മുഖത്ത് ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ആയിരിക്കുന്ന സ്ഥലത്ത് കടന്നു വരുന്ന ജനത്തെ ദൈവത്തിന്റെ വലിയ ചിന്തകളെ, സ്വർഗത്തിന്റെ വലിയ ചിന്തകളെ നൽകുവാൻ വേണ്ടി വ്യത്യസ്തമായ രീതികൾ കർത്താവ് ഉപയോഗിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഗലീല എന്ന പ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത, സമ്പന്നരല്ലാത്ത, സാധാരണക്കാരായ ആൾക്കാർ കർത്താവായ യേശുക്രിസ്തു ഒരു മലമുകളിൽ ഇരിക്കുന്നു. താഴെ വന്നുകൂടിയ ജനത്തോട് കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറയുകയാണ്, You are the light of the world.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവ് മറ്റൊരു കമ്മ്യൂണിറ്റിയും അല്ല കണ്ടത്. വിദ്യാസമ്പന്നരായ ധനവാന്മാരായ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെ അല്ല നോക്കി കർത്താവ് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യക്തികളെ നോക്കി സമൂഹത്തെ നോക്കി കർത്താവ് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. I am the light of the world. You are the light of the world. കർത്താവ് നമ്മെ ലോകത്തിന്റെ വെളിച്ചമാക്കി വച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് ഇതിനോട് ചേർന്ന് ഉപ്പിന്റെ ഒരു സാദൃശ്യം കൂടെ പറഞ്ഞിരിക്കുന്നു. ഉപ്പ്, വെളിച്ചം തുടങ്ങി രണ്ട് ചിന്തകൾ നൽകിയിരിക്കുന്നു. ഇതിന് ഉപമകളായിട്ട്, പാരബിൾസ് ആയിട്ടാണ് ഈ ഭാഗത്ത് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഓരോ ചിന്തകളും തന്റെ മുമ്പിൽ കടന്നു വരുന്ന ദിനത്തിന് നൽകിക്കൊണ്ടിരുന്നത്. വെളിച്ചത്തിന്റെ ഉപമ എന്താണ് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്? യഹൂദ്യ പട്ടണമാണ്. അവിടുത്തെ പ്രത്യേകത, ഓരോ പട്ടണങ്ങളും തിരിച്ചറിയുന്നത് മുകളിൽ കാണുന്ന വെളിച്ചങ്ങളെ നോക്കിയാണ്. മലമുകളിൽ അവർ സ്ഥാപിക്കപ്പെടുന്നു. പട്ടണങ്ങൾ ഓരോരോ മലയുടെ മുകളിലും ഓരോരോ പട്ടണങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. അവിടെ വെളിച്ചം തെളിയുമ്പോൾ നിന്റെ പട്ടണമാണ്, നിന്റെ പട്ടണമാണ്, നിന്റെ പട്ടണമാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ പട്ടണങ്ങളെ ഐഡന്റിഫൈ ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുവാൻ ആഗ്രഹിച്ചത്. കർത്താവ് പറഞ്ഞു, വെളിച്ചത്തെ പറയുന്ന കീഴിലല്ല കണ്ണിന്റെ മേലത്തെ വയ്ക്കേണ്ടത്. കഴിഞ്ഞ ദിവസം കുറെ നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിൽ നിന്ന് ഒരു വിളക്ക് കിട്ടി. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വിളക്കൊന്നുമില്ല, മെഴുകുതിരികളാണല്ലോ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി നമ്മുടെ കുടുംബ വീട് അതിന്റെ ഓടൊക്കെ താഴോട്ട് വീണു. അപ്പൊ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റുന്ന കൂട്ടത്തിൽ, പുറത്തേക്ക് ഇറക്കുന്ന കൂട്ടത്തിൽ പണ്ടെന്നോ ഉപയോഗിച്ച ഒരു വിളക്ക് അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ചൊക്കെ അത് ഡാമേജ് ആണെങ്കിലും. അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞുനാളിൽ ഇത് ഉപയോഗിച്ച ദിവസത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഞങ്ങളൊക്കെ പഠിക്കാനിരിക്കുമ്പോ, ഞാനും എന്റെ സഹോദരങ്ങളൊക്കെ പഠിക്കാനിരിക്കുമ്പോ വൈദ്യുതി ഇല്ലാത്ത സമയം അമ്മ വിളക്ക് കത്തിച്ച് പൊക്കത്തിൽ കൊണ്ടുവയ്ക്കും, ഉയരത്തിൽ കൊണ്ടുവയ്ക്കും. ഒരു വിളക്ക് മതി ഞങ്ങൾ അവിടെ ഇരിക്കുന്ന 3 പേര്, 3 സഹോദരങ്ങളാണ്. ഞങ്ങൾക്ക് 3 പേർക്കും പഠിക്കുവാൻ. ഉറങ്ങുവാൻ കഴിയ സമയമാകുമ്പോൾ ഈ വിളക്കിനെ കൊണ്ട് താഴെ വയ്ക്കും. കാര്യം അതിനെ കൊണ്ട് വലിയ പ്രയോജനമില്ല, വെളിച്ചം നമുക്ക് അധികം ആവശ്യമില്ല. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പട്ടണത്തിന് മുകളിൽ പ്രകാശിക്കുന്ന വെളിച്ചങ്ങളായി തീരുവാനാണ് കർത്താവ് ഇവിടെ നമ്മെ വിളിക്കുന്നത്. അല്ലാതെ മറയും കീഴിൽ കൊണ്ടുവയ്ക്കുന്ന ആർക്കും പ്രയോജനമില്ലാത്ത വെളിച്ചങ്ങളായി തീരുവാൻ വേണ്ടിയിട്ടല്ല. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത്, കർത്താവ് ഒരിക്കലും പറയുന്നില്ല യു ഷുഡ് ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലൈറ്റ് ആയി തീരണമെന്ന ചിന്തയില്ല കർത്താവ് ഇവിടെ കൊടുക്കുന്നത്. പകരം യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളും വെളിച്ചമാണ്, ഞാനും വെളിച്ചമാണ്. ഞാനും നിങ്ങളും വെളിച്ചമായിരിക്കുമ്പോ നാം എവിടെയായിരിക്കുന്നു? പറയും കീഴിലാണോ അതോ കണ്ണിൻ പുറത്താണോ? എവിടെയായിരിക്കുന്നു? എവിടെയെന്ന് പ്രകാശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായി ഈ ഭാഗത്ത് ചിന്തിക്കേണ്ടുന്നത്. ഒന്നാമതായി ഈ ഭാഗത്തെ ചിന്തിക്കുമ്പോൾ വെളിച്ചമായ യേശുവിനെ സ്വീകരിക്കുവാൻ ഒരു ആഹ്വാനം നമുക്ക് ലഭിക്കുന്നു. വെളിച്ചമായ യേശുവിനെ സ്വീകരിക്കുവാനുള്ള ആഹ്വാനം. സൂര്യൻ വളരെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശ ഗോളമായിരിക്കുമ്പോൾ, നക്ഷത്രം അല്ലെങ്കിൽ ഒരു ഗോളമായിരിക്കുമ്പോൾ അതിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ചന്ദ്രൻ അഥവാ മൂൺ നമുക്ക് പ്രകാശം നൽകുന്നത് പോലെ നീതി സൂര്യനായ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഈ ലോകത്തിന് പ്രകാശം നൽകുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നാം യേശു ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ക്രിസ്തു ആകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരും. വേദപുസ്തകത്തിൽ പറയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നു എന്നുള്ളതാണ്. നമ്മെ എല്ലാം പ്രകാശിപ്പിക്കുവാനുള്ള സത്യവെളിച്ചം ലോകത്തിൽ വന്നു കഴിഞ്ഞു. അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിന് വെളിച്ചം നൽകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്.
നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കുക, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളെ നാം നോക്കുക, നമ്മുടെ ഭവനങ്ങളെ നാം നോക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ ആയിരിക്കുന്ന സാഹചര്യത്തെ നോക്കുക. ഇരുളിന്റെ അവസ്ഥയിൽ തപ്പിത്തടയുന്നവർക്ക് ഒരു വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുവോ? കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നുവല്ലോ, ഓടൊക്കെ താഴെ വീണപ്പോ എനിക്കൊരു വിളക്ക് കിട്ടി. രാത്രിയായപ്പോ ആ ഓടിലൂടെ ഞാൻ മുകളിലേക്ക് നോക്കി. അപ്പൊ ദൂരെ മഴയാണെങ്കിലും ചില സ്റ്റാർസ്, നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയും. അപ്പോഴാണ് പണ്ട് ഫിസിക്സിൽ നക്ഷത്രത്തെ കുറിച്ച് എന്റെ അധ്യാപിക പറയുന്ന ഒരു കാര്യം ഓർമ്മ വന്നത്. നാം നക്ഷത്രത്തെ വീക്ഷിക്കുമ്പോൾ വളരെ മനോഹരമായി പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ പ്രകാശത്തെയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുവാൻ കഴിയുന്നത് എന്നൊരു അധ്യാപിക പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അത് വ്യക്തമാക്കാം. അത് ദൂരെ നാം നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ തിളക്കം അതെന്നോ തിളങ്ങിയ, പാസ്റ്റിൽ ഭൂതകാലത്ത് എപ്പോഴോ തിളങ്ങിയ ആ വെളിച്ചമാണ് ഇന്ന് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന തിളക്കം. അപ്പോൾ ഇന്നത്തെ വെളിച്ചം ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുക. അതാണ് അതിന്റെ സഞ്ചാര സമയവുമായി ബന്ധപ്പെട്ടാണ് ഞാനത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇതിനേക്കാളും വളരെ സ്ലോ ആയിട്ടാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഒരു ഇടിമിന്നൽ ഉണ്ടായാൽ ആദ്യം വെളിച്ചം വരും, അതിനുശേഷം ശബ്ദം വരും, അതെല്ലാം നമുക്കറിയാം. പക്ഷേ വെളിച്ചത്തെയും നക്ഷത്രങ്ങളെയും തമ്മിൽ, സ്റ്റാർസിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊരു പഠനമുണ്ട് എന്നുള്ളത് ഇപ്പോ ഞാൻ ഓർത്ത് പോവുകയാണ്. നാം വെളിച്ചം നൽകുന്നവരായി തീർന്നാൽ, ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നവരായി തീർന്നാൽ, ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ എത്രയോ പേർക്ക് അതൊരു അനുഗ്രഹമായി തീരുന്നത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നക്ഷത്രം എന്നോ കത്തി ഇന്ന് നമുക്ക് വെളിച്ചം നൽകുന്നത് പോലെ ഇന്ന് നാം വെളിച്ചം നൽകിയാൽ ചില വർഷങ്ങൾക്കപ്പുറം ധാരാളം പേർക്ക് നൽകുന്ന വെളിച്ചമായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങൾക്കാകും എന്ന് പറയുവാൻ ആഗ്രഹിക്കട്ടെ. രസകരമായി മറ്റൊരു കാര്യം മനസ്സിലേക്ക് വരുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വേൾഡ് സൺഡേ സ്കൂൾ ഡേയുടെ വചന ശുശ്രൂഷ നടത്തിയപ്പോ ഞാൻ തോമസ് ആൽവ എഡിസനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊരു ഉദാഹരണം വചന ശുശ്രൂഷയിടയിൽ പറയുകയുണ്ടായി. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതം വളരെ കഷ്ടതയിലൂടെ കടന്നു വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മാതാവിന്റെ പ്രത്യേകമായ അദ്ദേഹത്തോടുള്ള സമീപനം കാരണം അദ്ദേഹം നല്ലൊരു സയന്റിസ്റ്റായി മാറി. അദ്ദേഹമാണ് നമുക്ക് ബൾബ് കണ്ടുപിടിച്ച് തന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ലൈറ്റുകളെല്ലാം നോക്കുമ്പോ നാം ആരോട് കടപ്പെട്ടിരിക്കുന്നു? ഈ തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് എന്നോട് ചോദിച്ചൊരു സംശയമാണ്, അച്ഛാ ഇതിൽ ഏത് ലൈറ്റാണ് തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചത്? ഈ കാണുന്ന സാധാ ബൾബുകളാണോ അതോ LED ബൾബുകളാണോ? നിങ്ങളുള്ളവരെ പലപ്പോഴും നമുക്ക് സംശയമാണ്. ഇതിന്റെ വെളിച്ചവുമായി ബന്ധപ്പെട്ട് ചിന്തയിലേക്ക് വന്നതുകൊണ്ട് പങ്കുവച്ചു എന്ന് മാത്രം. ക്രിസ്തുവിൽ നിന്ന്, യേശുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് പ്രകാശിക്കുന്നവരായി, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രകാശിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജോലി സ്ഥലത്ത് ഭാരത്തോട് ഒരാളിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പുഞ്ചിരി നൽകുവാൻ, ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു നല്ല വാക്ക് പറയുവാൻ, അതെല്ലാം ശരിയാകും എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വെളിച്ചം നൽകുന്ന ഒരു അനുഭവമാണ്. ഞാനിപ്പോ എന്റെ MBA പഠനത്തിലാണ്, കോട്ടയത്താണ്, കൗൺസിലിംഗിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിൽ പലപ്പോഴും എന്നെ സ്വാധീനിച്ച ചിന്തകളുണ്ട്. വളരെ ഭാരത്തോടും വേദനയോടും ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അയാൾ തന്റെ ജീവിതം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒന്ന് നിർത്തി അവരുടെ മുഖഭാവം കണ്ടിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് സഹോദര സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുവാൻ അവന് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു അനുഭവത്തിൽ പറയട്ടെ, നാം എവിടെയായിരുന്നാലും ഒരു പുഞ്ചിരി നൽകുവാൻ നമുക്ക് കഴിയും, ഒരു കൈ സഹായം നൽകുവാൻ നമുക്ക് കഴിയും, ഒരു നേരത്തെ ഭക്ഷണം നൽകുവാൻ നമുക്ക് കഴിയും,
ഒരു വാക്കുകൊണ്ട് അഭിനന്ദിക്കുവാൻ നമുക്ക് കഴിയും, ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതെല്ലാം ഈ വെളിച്ചത്തിന്റെ അനുഭവമായി നാം തിരിച്ചറിയുക. ക്രിസ്തുവിൽ നിന്ന് ഈ സ്നേഹമാകുന്ന വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ എല്ലാവർക്കും ദൈവം സഹായം നൽകട്ടെ. ഒന്നാമതായി ഈ ഭാഗം ചിന്തിക്കുമ്പോൾ വെളിച്ചമായ നാം എല്ലാവർക്കും മാർഗദർശിയാകുവാനുള്ള ഒരു ആഹ്വാനം കാണുവാൻ കഴിയും. മാർഗദർശിയാവുക, ഒരു ഗൈഡാവുക. ഇടയ്ക്ക് വിഴിഞ്ഞത്ത് ലൈറ്റ് ഹൗസ് കാണുവാൻ ഞാൻ കുടുംബവുമായി പോയി. അപ്പൊ അതിൽ എന്റെ മകൾ കൂടെ ഉണ്ടായിരുന്നു. മൂത്ത മകൾ 4 വയസ്സാണ് പ്രായം. അപ്പൊ ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോ അവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ധാരാളം ഉദാഹരണം പറഞ്ഞു കൊടുത്തു. മോളെ, ഇതാണ് കടലിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വഴി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ലൈറ്റാണ് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് തുടങ്ങി ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. എന്നാലും കുറച്ച് പ്രായമാണ്, നമുക്കറിയാം 4 വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് സംശയം അധികമാണ്. വീണ്ടും സംശയമാണ്. ഏറ്റവും അവസാനം എന്നോട് ചോദിച്ചത്, ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഇതുപോലെ ഞാൻ എന്റെ വാക്കുകളിൽ പറയുകയാണ്, മാർഗദർശിയാകുവാൻ, ഗൈഡാകുവാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടോ അപ്പ? That means ലൈറ്റ് പലരെയും കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഇതുപോലെ പലരെയും കാണുവാൻ കഴിയുമോ ആയിരുന്നു ചോദ്യം. നമുക്ക് ലൈറ്റ് ഹൗസിന്റെ ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ കഴിയത്തില്ലേ? ക്രിസ്തുവിൽ നിന്ന് നാം സ്വീകരിച്ച വെളിച്ചം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന, മറ്റുള്ളവരെ വ്യക്തമായ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം നൽകുവാൻ നമുക്ക് കഴിയത്തില്ലേ? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഈ യേശുവിന്റെ പ്രസ്താവന ദൈവം നൽകുന്ന ദിശാബോധത്തിന്റെ വ്യക്തമായ സന്ദേശമാണ്. തിരുസഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രകാശത്തെ ലോകത്തിന് പകരുവാനും ഈ പ്രകാശത്തിൽ നിലനിൽക്കേണ്ടതിനുമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ സഭയുടെയും ദൗത്യനിർവഹണത്തെയാണ് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടുന്നത്. ഗൈഡ് ചെയ്യുക, നന്മയിലേക്ക്, നേരിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ഇരുളിന്റെ പാതയെ ഉപേക്ഷിക്കുന്നവർ, ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക തുടങ്ങിയ ഗുണങ്ങൾ നമുക്കുണ്ടാകണം. യേശു ലോകത്തിന് പ്രകാശമായിരുന്നതുപോലെ സഭ ഒരു പ്രകാശഗോപുരമായി തീരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിയും. സുവിശേഷത്തിലൂടെ ദൈവം വെളിച്ചമാകുന്നു എന്നും അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്നുള്ളതുമാണ്. ഈ യൂണിറ്റി സൺഡേയിൽ, ഐക്യ ഞായറാഴ്ചയിൽ ഈ ഒരു സന്ദേശം നാം ഏറ്റെടുക്കുക. ദൈവം വെളിച്ചമാകുന്നു, നാം ആ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. ആ ഒരു ഐക്യത്തിൽ നടക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഈ ലോകത്തിന്റെ വെളിച്ചമായി, ഈ ലോകത്തിന്റെ ഇരുൾ മാറ്റുന്നവരായി, ചുറ്റുപാടുകൾക്കും തലമുറകൾക്കും തന്നിൽ വച്ചിരിക്കുന്ന വിളക്ക് പോലെ പ്രകാശപൂരിതമാക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ഇരുളിൽ തപ്പിത്തടയുന്നവർക്ക് ഒരു മാർഗദർശിയാകുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് 2 രീതിയിലാകുവാൻ കഴിയും. ഒന്ന്, we can be a candle. നമുക്കൊരു മെഴുകുതിരിയാകുവാൻ കഴിയും. എങ്ങനെയാണ്? നമ്മെ തന്നെ ഒരുക്കി മറ്റുള്ളവർക്ക് പ്രകാശമേകുന്ന ഒരു മെഴുകുതിരിയാകുവാൻ. രണ്ടാമത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുവാകുന്ന വെളിച്ചത്തിൽ നിന്ന്, നീതിസൂര്യനിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക്
പ്രകാശം നൽകുന്ന ഒരു അനുഭവത്തിലാകുവാൻ നമുക്ക് കഴിയും. ചോയ്സ് നമ്മുടെ മുമ്പിലാണ്. ഇതിലേത് അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ നാം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അതിനായി വിളിക്കുകയാണ്. ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ മാതൃകയുള്ളതാക്കി തീർക്കുവാൻ, നാം എവിടെയായിരുന്നാലും വെളിച്ചമുള്ളവരായി തീർക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് ഇന്നു മുതലുള്ള നമ്മുടെ ജീവിതങ്ങളിൽ വെളിച്ചം, ആ ലോകത്തിന്റെ വെളിച്ചമാണെന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ പറയുന്ന വാക്കുകൾ ഓർമ്മപ്പെടുത്തി ചിന്തകളെ ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത്, darkness cannot drive out darkness, only light can do that. Hate cannot drive out hate, only love can do that. ഇരുളിനെ ഇരുളുകൊണ്ട് തോൽപ്പിക്കുവാൻ കഴിയുകയില്ല, വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് തോൽപ്പിക്കുവാൻ കഴിയുകയില്ല, മറിച്ച് സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ സ്നേഹമാണ് ആദ്യം സൂചിപ്പിച്ച ആ കഥയിൽ, ആ സംഭവത്തിൽ ആ അധ്യാപകൻ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് നൽകിയത്. അതിൽ വെളിച്ചമായി തീർന്നു. ഈ ലോകത്തിന് ധാരാളം പേർക്ക് ഉൾവെളിച്ചം നൽകുന്ന ഒരു വ്യക്തിയായി തീരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വെളിച്ചമായി തീരാം, ധാരാളം പേർക്ക് വെളിച്ചമേകാം. സർവശക്തൻ അതിന് തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മേൽപ്പെടാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ മേൽപ്പെടുത്താം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി, സഭയുടെ ആവശ്യങ്ങൾക്കായി എല്ലാ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ ഓൾട്ടറിന്റെ പണികൾ പൂർത്തീകരിച്ച് ഡെഡിക്കേഷന് വേണ്ടി ഒരുങ്ങുമ്പോൾ സ്വന്തമായി അതിന്റെ കാര്യങ്ങളെ ദൈവം നിർവഹിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നേർച്ചകളായി മറ്റു കായികാത്മാനമായിട്ടൊക്കെ പ്രവർത്തിച്ച എല്ലാവരെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിരവിൽ അധ്വാനിച്ച സഭ കമ്മിറ്റിക്കായി, പ്രിയമുള്ള അച്ഛനായി, കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ സംഘടനകളെയും ദൈവം അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ക്വാറന്റൈനിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കുടുംബങ്ങളെ നമുക്ക് കൊടുക്കാം. പൂർണ്ണമായ ദൈവത്തിന്റെ സൗഖ്യം ഈ കുടുംബങ്ങൾ അനുഭവിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായി, അതിശയകരമായി ദൈവത്തിന്റെ സൗഖ്യം അനുഭവിച്ചുകൊണ്ട് പ്രിയമക്കൾ ജീവിതത്തിൽ ദൈവത്തെ കൂടുതലായി രുചിച്ചറിയുവാൻ നാളുകളിൽ ദൈവം സഹായിക്കുന്നതിനേക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ജീവിതത്തിന്റെ ദുരിതങ്ങളും പേരിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യമാക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലം നൽകട്ടെ. പേടികൾ മാറിപ്പോകുവാൻ, ധൈര്യമുണ്ടാകുവാൻ, ജീവിതത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടെ മുന്നേറുവാൻ, അതിനെ അഭിമുഖീകരിച്ച് മുന്നേറുവാൻ, ഭയമല്ല വിശ്വാസമാണ് ജീവിതത്തിന് ആവശ്യമെന്ന ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്കൊരു കർത്താവുണ്ട് എന്ന വലിയ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവമുള്ളവരെ ഒരുക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്നേഹമുള്ള അച്ഛനായി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്റെ 28-ാം തീയതി മുതലുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ അച്ഛനിലൂടെ ലഭ്യമായ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വം കുടുംബമായി ദൂരസ്ഥലത്ത് ചെന്ന് ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കുവാൻ, ധാരാളം പേർ അനുഗ്രഹമായി തീരുവാൻ, നമുക്ക് അഭിമാനമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രകളെ ഒരുക്കങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യസഹജമായ ക്ഷീണമില്ലായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർക്കാം. ദൈവം ബലം നൽകുവാൻ, ആരോഗ്യം നൽകുവാൻ, ശക്തീകരിക്കുവാൻ, തളർന്നു പോകാതെ കാത്തുകൊള്ളുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. കടഭാരത്തിനായിരിക്കുന്നവരെ ദൈവം കരുതട്ടെ. ശാരീരിക ബലഹീനതകളിലുള്ളവരെ ദൈവം ബലപ്പെടുത്തട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള കർത്താവേ, സ്വർഗീയനാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സന്നിധിയിൽ വിവിധങ്ങളായ ആവശ്യങ്ങളോടെ കാര്യങ്ങളോടെ അടുത്തു വരുമ്പോ ദൈവങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീര് കാണുന്ന ദൈവമേ, നിലവിൽ കേൾക്കുന്ന ദൈവമേ, നിങ്ങളുടെ യാതനകൾക്ക് ഉത്തരമരുളുന്ന ദൈവമേ,
അവിടെ നിന്ന് പ്രാർത്ഥന കേട്ടിട്ടുള്ളവർക്കായി, നിങ്ങളുടെ യാചന സ്വീകരിച്ചിട്ടുള്ളവർക്കായി, ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുള്ളവർക്കായി നന്ദിയോടെ സ്തോത്രം അപ്പാ. ഇനിയും അവിടുന്ന് കൂടെ ഇരിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, നിരീക്ഷണം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താൻ ദുഷ്ടങ്ങളും ലഭിക്കണമേ. രാജ്യവും ശക്തിയും തന്നെ നന്ദിയുള്ളതല്ലോ. ഈ സമയം ഇടവക സെക്രട്ടറി മുമ്പോട്ട് വന്ന് ആവശ്യമായ പരസ്യങ്ങൾ ഇത് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ആരാധന നടത്തുവാൻ ഉണ്ടായിരിക്കുന്നത് റോണൽ അഖിൽ അച്ഛനാണ്. അച്ഛൻ കോട്ടയം സെമിനാരിയിൽ MTH ബിരുദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ തൊഴുക്കൽ സഭയിലെ ആരുള്ള സഭയിലെ ശുശ്രൂഷകനായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അച്ഛനും കുടുംബമായിട്ട് രാവിലത്തെ ഇംഗ്ലീഷ് ആരാധനയിലും സംബന്ധിച്ചു. അച്ഛൻ്റെ ഭാര്യയുടെ സ്ഥലം പോങ്ങൽ, നെല്ലൂരിനടുത്ത് പോങ്ങൽ എന്ന സ്ഥലത്താണ്. അഖില എന്ന ഭാര്യയുടെ പേര്. 2 കൊച്ചുമക്കളുണ്ട്. അച്ഛനെ നമ്മുടെ ഈ സഭയിലെ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അച്ഛന്മാർ നടത്തിയ വചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള നന്ദി ഈ സമയം അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്ത ആഴ്ച 21-ാം തീയതി നമ്മുടെ പുതുക്കിപ്പണിത ഈ അൾത്താരയുടെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വിനോദ് അച്ഛനാണ് നിർവഹിക്കുന്നത്. തുടർന്ന് അച്ഛൻ്റെ അവസാനത്തെ ഈ ആലയത്തിലെ ശുശ്രൂഷയുടെ അച്ഛനെ നമ്മൾ നൽകുന്ന ഒരു യാത്രയോഗവും ക്രമീകരിക്കുന്നുണ്ട്. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 21-ാം തീയതി ഈ പ്രതിഷ്ഠായോട് കൂടിച്ചേർന്ന് തിരുവത്താഴ ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്നവർ സച്ചിൻ A. മോസസ്, സച്ചിൻ കോട്ടേജ് 16/11/2021, സുധി നന്ദൻകോട് 17/11/2021, ദീപ്തി പ്രദീൻ ഉഷസ് 19/11/2021, ഷർലി പേസിദാസ് കൈസ് കോട്ടേജ് 19/11/2021, മോഹിത് GN ഹേവൻ 20/11/2021. ഈ പ്രിയപ്പെട്ടവർക്ക് സഭയുടെ ജന്മദിനാശംസകൾ നേരുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിലെ സ്നേഹവന്ദനം. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വരുന്ന ഞായറാഴ്ചയിൽ വിനോദ് വിക്ടർസൻ ഈ സഭയുടെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് മറ്റൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന വിവരം ഇതിനോടകം നാം അറിയിക്കുമല്ലോ. വിനോദ് വിക്ടർസൻ ഡയസിസ് ഓഫ് യൂറോപ്പിൽ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ, ജർമ്മനിയിൽ ഫ്രൈബർഗ് എന്ന ആംഗ്ലിക്കൻ സഭയിൽ നവംബർ 28 മുതൽ ചുമതല ഏറ്റെടുത്ത് ശുശ്രൂഷകൾ നടത്തുകയാണ്. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചയാണ് അച്ഛന്റെ സെൻഡ് ഓഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും എല്ലാവരും, സംഘടനകളും സഭയുമെല്ലാം അതിനായി ഒരുങ്ങുക. നല്ല ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നൽകി അച്ഛനെ ശുശ്രൂഷയ്ക്കായി അയക്കുക. പ്രത്യേകം അതിനായി ശ്രദ്ധിക്കുക. തുടർന്ന് മനോഹരമായ ഒരു ഗാനം ആരംഭിക്കും. വഴിപാട് സ്വീകരിക്കും.
പ്രാർത്ഥനയോടും ആശീർവാദത്തോടുകൂടെ ശുശ്രൂഷ അവസാനം 129 തീയതി. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ആരാധിക്കുവാൻ ഞങ്ങളുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് വഴിപാടുകൾ അർപ്പിച്ചെന്നെ സ്തുതിക്കുവാൻ അവിടെ നൽകിയ അവസരത്തിനും കൃപയ്ക്കുമായി ഞങ്ങളുടെ സ്തോത്രം. വഴിപാടുകളെ അവിടെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, വിശേഷമായ നേർച്ചകളെല്ലാം അർപ്പിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സമയം ഓർക്കുന്നു പിതാവേ. പ്രവേശിക്കുന്ന പുതിയ വയസ്സ് സന്തോഷത്തിന്റെ ദൈവകൃപയുടെ ഒരു വർഷമാക്കി അവിടെ തീർക്കുകയും അവിടെ നിന്ന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി പരിപാലിക്കുകയും ചെയ്യണമേ. അവിടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു പുതിയ വർഷം എല്ലാ വ്യക്തികൾക്കും ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബജീവിതത്തെ ആശീർവദിക്കുന്ന, കരുതുന്ന, നന്മകൾ നൽകി പരിപാലിക്കുന്ന അവിടെ കൃപയ്ക്കായി സ്തോത്രം. വാഴ്ത്തപ്പെട്ട നാഥ, ലോകത്തിന്റെ വെളിച്ചമായ അങ്ങയിൽ നിന്ന് നല്ല ഗുണങ്ങളെ, സ്നേഹത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി ലോകത്തിൽ വെളിച്ചം നൽകുന്നവരായി, നന്ദിന്മേൽ പ്രകാശിക്കുന്നവരായി, ധാരാളം പേർക്ക് മാതൃകയുള്ളവരായി
ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാൻ വചനത്തിലൂടെ ആഹ്വാനം ചെയ്ത കൃപയായി സ്തോത്രം. ബലഹീനരായ ഞങ്ങൾ ഈ ലോകത്തിൽ അവിടുത്തെ വലിയ ശുശ്രൂഷയുമായി ആയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ദൈവമേ ആയിരിക്കുമ്പോൾ ദൈവം അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തിയും ബലവും നൽകി വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഈ നാളുകളിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കോവിഡിന്റെ ഭാരത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും അവിടുന്ന് സൗഖ്യമാക്കണമേ, ബലപ്പെടുത്തണമേ, കൂടെയിരിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ആലയത്തിൽ നിന്ന് പിരിയുന്ന ഞങ്ങളെ പിരിയാബന്ധുവായി കൂടെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഒരു അസ്വസ്ഥതകളും ഉണ്ടാകാതെ, നിലവിളികളും ഉണ്ടാകാതെ, പൈശാചികം കൊണ്ടിടുന്ന ഒരു ബുദ്ധിമുട്ടുകളും കുടുംബങ്ങളിൽ ഇല്ലാതെ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണത്താൽ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവിൻ നാമത്തിൽ കൃപയോടെ യാചന ചെവിക്കൊള്ളണമേ. ആമേൻ. സമാധാനത്തോടെ ലോകത്തേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മ ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവായ പ്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും അനുഗ്രഹവും പ്രിയരെ നമ്മുടെ ഇടയിലുണ്ടായി നമ്മെ കാക്കുമാറാകട്ടെ. ആമേൻ. ആരാധനയ്ക്ക് ചേർന്ന എല്ലാവരോടുമുള്ള സ്നേഹത്തെയും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരും മുമ്പോട്ട് നിന്ന് പ്രാർത്ഥിച്ച് പിരിയുന്നതാണ്. ആരെങ്കിലും ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ മുമ്പോട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. ദൈവം നമ്മെ എല്ലാവരെയും